ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ കർമ്മ സന്യാസ യോഗമാണ് ഇതിൽ വിചാരം ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്, കർമ്മസന്യാസത്തിനെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടിനെയും ഭഗവാൻ പ്രശംസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അർജുനന് വീണ്ടും സംശയം. ഭഗവാനെ, ഇതിലേതാണ് ശ്രേഷ്ഠം? കർമ്മയോഗമാണോ അതോ കർമ്മസന്യാസമോ? ഭഗവാൻ ഗുരുവാണ്, ജഗദ്ഗുരു. ശിഷ്യൻ്റെ ഏത് സംശയവും ഗുരു സ്നേഹപൂർവം കാരുണ്യപൂർവം പരിഹരിച്ചു കൊടുക്കും. അർജുനനോട് പറയും, രണ്ടും കർമ്മയോഗവും കർമ്മസന്യാസവും മോക്ഷത്തിനുള്ള ഉപായങ്ങളാണ് അർജുന. ഇത് രണ്ടും വേറെ വേറെ എന്ന് കരുതുന്നത് അറിവില്ലാത്തവരാണ്. പക്ഷേ കർമ്മയോഗമാണ് കർമ്മസന്യാസത്തെക്കാൾ ശ്രേഷ്ഠം. ഭഗവാൻ അറിയാം അർജുനൻ ഇപ്പോൾ കർമ്മസന്യാസത്തിന് അധികാരിയല്ല, കർമ്മയോഗത്തിനാണ് അധികാരി. അതുകൊണ്ട് അർജുനനോട് പറയും, കർമ്മയോഗത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ. കർമ്മം ചെയ്യാതെ എങ്ങനെയാണ് കർമ്മത്തെ ഉപേക്ഷിക്കുക? കർമ്മത്തെ കർമ്മയോഗമാക്കുന്ന കലയാണ് ഭഗവാൻ ഇത്രയും സമയം പറഞ്ഞു കൊടുത്തത്. ജ്ഞാനത്തിൻ്റെ നിറവിൽ എങ്ങനെ കർമ്മം ചെയ്യാം എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കർമ്മം ചെയ്താൽ അകം ശുദ്ധമാകും, ഉള്ളു ശുദ്ധമാകും. പക്ഷേ കർമ്മത്തെ സന്യസിക്കാനായിട്ടില്ല. ആ ശുദ്ധമായ അന്ധഃകരണത്തിൽ ജ്ഞാനം പ്രകാശിക്കണം, അറിവ് നിറയണം. ജ്ഞാനിക്ക് കർമ്മത്തെ ഉപേക്ഷിക്കുകയോ ഉപേക്ഷിക്കാതിരിക്കുകയോ ചെയ്യാം. അതായത് കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തിരിച്ചറിയുന്നുണ്ട്, അവനൊന്നും ചെയ്യുന്നില്ല. ന കിഞ്ചിത് കരോമീതി, ഞാനൊന്നും ചെയ്യുന്നില്ല. സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ആ അന്തരാത്മാവാണ് എന്നെക്കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. ആ സർവേശ്വരൻ്റെ പരമാത്മാവിൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ അറിവിൻ്റെ നിറവിലാണ് ജ്ഞാനി കർമ്മം ചെയ്യുന്നത്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും സദാ നകിഞ്ചിത് കരോമീതി, ഞാനൊന്നും ചെയ്യുന്നില്ല, ഇന്ദ്രിയങ്ങളുടെ ജോലി ചെയ്യുന്നു എന്നവൻ തിരിച്ചറിയും. സകല വ്യവഹാരങ്ങളുടെയും മധ്യത്തിലിരുന്നാലും ജ്ഞാനി വ്യവഹാരത്തിൽ മയിൽപ്പീലി പോലെ, കാറ്റിൽപ്പെട്ട മയിൽപ്പീലി പോലെ ഇളകും. പക്ഷേ അകമേ മേരുപർവ്വതം പോലെ ഉറച്ചു നിൽക്കും. അവനൊന്നിനോടും ഒട്ടലില്ല. ഭഗവാൻ ഉപമിക്കുന്നത് വെള്ളത്തിൽ കിടക്കുന്ന താമര ഇലയോടാണ്. പത്മപത്രമിവ അംഭസ, താമര വെള്ളത്തിലാണ്, പക്ഷെ താമര ഇലയെ വെള്ളം നനയ്ക്കുന്നില്ല. അതുപോലെ ജ്ഞാനി സംഘമില്ലാതെ, രാഗദ്വേഷങ്ങളില്ലാതെ, കാമക്രോധങ്ങളില്ലാതെ സമചിത്തതയോടെ കർമ്മം ചെയ്യുന്നു. എപ്രകാരമാണോ 9 വാതിലുകളുള്ള ഒരു കോട്ടയ്ക്കകത്ത് രാജാവ് സ്വസ്ഥനായിട്ടിരിക്കുന്നത്, അതുപോലെയാണ് ജ്ഞാനി. ഇവിടെ 9 വാതിലുകളുള്ള കോട്ട എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശരീരമാണ്. നവദ്വാരേ പുരേ ദേഹി. അതിന് 9 ദ്വാരങ്ങളുണ്ട്. 2 കണ്ണുകൾ, 2 നാസാരന്ധ്രങ്ങൾ, 2 ചെവികൾ, വായ, വിസർജനേന്ദ്രിയം, ജനനേന്ദ്രിയം. ഈ 9 വാതിലുകളുള്ള പുരത്തിൽ പരമാത്മാ ഒന്നും ചെയ്യാതെ സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു. കോട്ടയ്ക്കുള്ളിലിരിക്കുന്ന രാജാവൊന്നും ചെയ്യുന്നില്ല. രാജാവിൻ്റെ താഴെയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും രാജാവിൻ്റെ സന്നിധിയിൽ ജോലികളെല്ലാം ചെയ്യുന്നു. അതുപോലെയാണ് ആത്മാ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ സന്നിധിയിൽ സർവ്വതും നടത്തപ്പെടുന്നു. ഇത് ജ്ഞാനിക്കറിയാം. ഭഗവാൻ തുടരുകയാണ്, പരമാത്മാവിന് കർമ്മങ്ങളൊന്നുമില്ല.
ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ഭഗവാൻ ആർക്കും കർത്തൃത്വ ഭാവനയും കൊടുക്കുന്നില്ല, ഭോക്തൃത്വ ഭാവനയും കൊടുക്കുന്നില്ല. ചെയ്യുന്നയാൾ, സുഖം അനുഭവിക്കുന്നയാൾ, ഫലം അനുഭവിക്കുന്നയാൾ, ഇങ്ങനെയുള്ള ഭാവനയൊന്നും സർവേശ്വരൻ ഒരു ജീവനും കൊടുക്കുന്നില്ല. നാദത്തെ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭു. ഞാൻ ആർക്കും പുണ്യവും കൊടുക്കുന്നില്ല, പാപവും കൊടുക്കുന്നില്ല. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ. എല്ലാവരുടെയും ഉള്ളിൽ അറിവുണ്ട്, പക്ഷേ ആ അറിവ് അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഭ്രമിച്ച് ഓരോ ജീവികൾ ഓരോ തരത്തിൽ കർമ്മങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ സന്നിധിയിലാണ് നടക്കുന്നത്. ഭഗവാൻ സാക്ഷി മാത്രം. ഇതറിയുന്ന ആത്മജ്ഞാനി എങ്ങനെയാണ് ഈ ലോകത്തെ നോക്കിക്കാണുന്നത്? വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. പണ്ഡിതനിലും പാമരനിലും ധനികനിലും ദരിദ്രനിലും ശ്വാവിലും ഗോവിലും എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്ന ആളാണ് ജ്ഞാനി. അവന് ഭേദബുദ്ധിയില്ല. ഭേദബുദ്ധി അറ്റ ഹൃദയത്തിലാണ് ഭക്തി. ആ ഭക്തിയാണ് ജ്ഞാനത്തിന് വഴിതെളിക്കുന്നത്. സർവീശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യണമെങ്കിൽ സർവീശ്വരനോട് ഭക്തി ഉണ്ടാവണമല്ലോ. എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഒരു ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ട് ഭേദബുദ്ധി അറ്റ ഹൃദയത്തോടെ, അപ്രിയം വരട്ടെ പ്രിയം വരട്ടെ, എല്ലാറ്റിനെയും സമചിത്തതയോടെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ സന്തുഷ്ടനായിട്ട് കഴിയുന്നു. അവനാണ് തൃപ്തി, അവനാണ് ശാന്തി, അവനാണ് സ്വസ്ഥത. അവൻ അവൻ്റെ ഉള്ളിലെ സർവേശ്വരനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈശ്വരൻ തന്നെ എന്ന സത്യത്തിലേക്ക് ജ്ഞാനി ഉണർന്നു കഴിഞ്ഞു. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്നാണ് വേദം പറയുന്നത്. ഈശ്വരനെ അറിഞ്ഞവൻ ഈശ്വരനായിത്തീരും. ഒരു തേങ്ങ കുഴിച്ചിട്ട് അത് വളർന്ന് തെങ്ങായി കഴിയുമ്പോൾ, ദാ ഞാനിപ്പോൾ ഒരു തെങ്ങായി എന്ന് പറയാൻ പിന്നെ അവിടെ തേങ്ങ അവശേഷിക്കുന്നില്ലല്ലോ. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഉപ്പുപാവ കടലിൻ്റെ ആഴം അളക്കാൻ പോയതുപോലെ എന്ന്. ഈശ്വരനെ അറിഞ്ഞവൻ ഈശ്വരനായിത്തീരുന്നു. ജ്ഞാനി ഈശ്വരൻ തന്നെ, ജീവൻ മുക്തൻ ഈശ്വരൻ തന്നെ, സർവഭൂതങ്ങളുടെയും മഹേശ്വരനായിട്ട്, സർവഭൂതങ്ങളുടെയും സുഹൃത്തായിട്ട്. ആരാണോ എന്നെ കാണുന്നത് അർജുന, അവനാണ് ആത്മജ്ഞാനം നേടിയവൻ. നോക്കൂ, ഈ ലോകത്ത് നമ്മളെക്കാൾ ഉയർന്ന ഒരു പദവിയുള്ള ആളെ കാണണം എന്നുണ്ടെങ്കിൽ അതെത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാൻ പറയുന്നു, ഭഗവാൻ സുഹൃത്താണ്, ലോകമഹീശ്വരനാണ്, എല്ലാറ്റിൻ്റെയും നിയാമകനാണ്. ഇങ്ങനെ അറിഞ്ഞ് എന്നെ ആരാധിക്കുന്നവൻ, എന്നെ അറിയുന്നവൻ ഞാൻ തന്നെയാണ് അർജുന. അവനിൽ പിന്നെ ജീവഭാവമില്ല, അവൻ ബ്രഹ്മഭാവത്തിലേക്ക് ഉണർന്നു. ഇതിന് വേണ്ടത് സ്വന്തം ധർമ്മം ഭഗവതർപ്പണമായിട്ട് ചെയ്ത് ധ്യാനിക്കണം, ഈശ്വരനെ ധ്യാനിക്കണം. ശുദ്ധമായിട്ടുള്ള അന്ധകരണം കൊണ്ടേ ഒരുവന് ഈശ്വര ധ്യാനം സാധ്യമാകൂ. ഈ കാന്ത സ്ഥലത്തിരുന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിയമനം ചെയ്ത് ഈശ്വര ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു ധ്യാനയോഗിയുടെ തൂലികാ ചിത്രം വരച്ചുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ ഭഗവാൻ ഉപസംഹരിക്കുന്നത്. ഭഗവത്ഗീതയിൽ എപ്പോഴും ഒരധ്യായം അവസാനിക്കുമ്പോൾ അതിനടുത്ത് വരുന്ന അധ്യായത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകുക പതിവുണ്ട്. അതുപോലെ
കർമ്മ സന്യാസ യോഗം കഴിഞ്ഞ് ധ്യാനയോഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാൻ ധ്യാനിക്കുന്ന ഒരു യോഗിയുടെ പൂർണ്ണ ചിത്രം വരച്ച് അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സംസാരം എന്ന് പറയുന്നത് ഒരു കരകാണാക്കടലാണ്. ഇതിൻ്റെ ആഴം എത്രയെന്നറിയില്ല, ഇതിൻ്റെ പരപ്പ് എത്രയെന്നറിയില്ല. പക്ഷേ അക്കരെ എത്തിയേ പറ്റൂ. ഇവിടെ ഈ സുഹൃത്തായിട്ടുള്ള സർവീശ്വരൻ തന്നെ വേണം നമുക്ക് തുണയ്ക്ക്. ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പാടിയിട്ടില്ലേ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഈ ഉത്തമ സുഹൃത്തായിട്ടുള്ള സർവേശ്വരൻ മാത്രമാണ് സംസാര സാഗരത്തെ കടക്കാനുള്ള തോണിയും കടത്താനുള്ള തോണിക്കാരനും. അർജുനൻ ഉപദേശം തേടുന്നത് പോലെ ആർക്കും ആ ഭഗവാനെ ആശ്രയിക്കാം. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് ഭഗവാനെ സമാശ്രയിച്ച ആളാണ് അർജുനൻ. അതുകൊണ്ട് അർജുനന് ഭഗവാൻ ജ്ഞാനം ഉപദേശിക്കുകയാണ്. കർമ്മയോഗത്തിലൂടെ, കർമ്മസന്യാസത്തിലൂടെ, സന്യാസയോഗത്തിലൂടെ ജ്ഞാനപ്രാപ്തിക്കുള്ള വഴി ഉപദേശിക്കുകയാണ്. അതിനി വേണ്ടത് ആ സഗുണമോ നിരാകാരനോ ആയ, സഗുണനോ നിരാകാരനോ ആയ സർവേശ്വരനെ ഏകാന്തത്തിൽ ധ്യാനിക്കുക എന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം, മനസ്സിൻ്റെ മേൽ നിയന്ത്രണം, ഇതെല്ലാം നേടിയ ഒരു ധ്യാനയോഗിക്ക് കാലം കൊണ്ട് ചെന്നെത്താവുന്ന പരമപദമാണ് മുക്തി അഥവാ മോക്ഷം. അതാണ് ജീവൻ്റെ ലക്ഷ്യം. ഈ ജീവിതത്തിൽ തന്നെ, ഇവിടെ തന്നെ ഇത് നമുക്ക് കൈവരുത്താം. ഏത് ദുരാചാരിക്ക് പോലും ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ദുരാചാരിയല്ല, അവൻ ജ്ഞാനിയാണ്, അവൻ ഈശ്വരതുല്യനാണ്. കാട്ടാളനായിരുന്നു വാൽമീകി, രത്നാകരൻ എന്നായിരുന്നു പേര്. സപ്തർഷികളുമായിട്ടുള്ള ഒരു സത്സംഗം കിട്ടിയപ്പോൾ കാട്ടാളൻ വാൽമീകിയായി. ഓർമ്മിക്കുക, 10,000 കൊല്ലം ഇരുളടഞ്ഞ ഒരു മുറിയാണെങ്കിലും വെളിച്ചം വരാൻ വീണ്ടും 10,000 കൊല്ലം ആവശ്യമില്ല. ഒരു വിളക്ക് കൊളുത്തി വച്ചാൽ മതി, അപ്പോൾ വരും പ്രകാശം. അതുപോലെയാണ് ഭഗവാൻ പറയുന്നത്, ദുരാചാരിയാണെങ്കിലും അർജുന, ആരാണോ ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് വാസനാമാലിന്യങ്ങളെയെല്ലാം അകറ്റി സ്വപ്രയത്നം കൊണ്ട് ഈശ്വര കൃപ കൊണ്ട് സർവമഹേശ്വരനായിട്ടുള്ള എന്നെ തിരിച്ചറിയുന്നത്, എല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള എന്നെ തിരിച്ചറിയുന്നത്, അവനും ഈ സംസാരസാഗരത്തെ എളുപ്പത്തിൽ കടക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും കൂത്താടുന്ന ഈ ലോകത്ത് സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്ത് അന്ധക്കരണ ശുദ്ധി നേടി ജ്ഞാനം സിദ്ധിച്ച ഒരു ജീവൻ മുക്തൻ്റെ സമ്പൂർണമായിട്ടുള്ള വിവരണമാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ തരുന്നത്. ഇതോടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ കർമ്മസന്യാസയോഗം ഉപസംഹരിക്കുന്നു.